അച്ചുസാലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാലോ, എപ്പോഴും ഞാൻ ഒന്നെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാട് നടക്കുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസിനെ പറ്റിയായിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നടക്കുന്ന വയലൻസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, റീസെൻ്റ്ലി ഞാനത് കേട്ടറിഞ്ഞ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു സ്ട്രഗിൾ ചെയ്ത് എൻ്റെ മൈൻഡിൽ മെൻ്റലി ഒന്ന് സ്ട്രഗിൾ ചെയ്തൊക്കെ ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. ഇപ്പോഴും പലരും സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. എന്തിനാ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ, എനിക്കൊന്നും പറഞ്ഞിടാം. പിന്നെ ഇത് ആരുടെ പേരോ വ്യക്തിഗത വിവരങ്ങളോ ഒന്നും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അത് വെറും സാങ്കല്പികം മാത്രമാണ്. ഓക്കെ, ഈ വീഡിയോ ആർക്കെങ്കിലും ഒരു ചെറിയ അവയർനെസ്സോ ഒരു ധൈര്യമോ എന്തെങ്കിലും പുതിയ സ്റ്റെപ്സ് എടുക്കാനുള്ള പ്രചോദനമായാലോ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് കാര്യം പറയാം, റിലേഷൻഷിപ്പിൽ എന്ത് ആർഗ്യുമെന്റ്സ് ഉണ്ടാവട്ടെ, എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അങ്ങനെ വഴക്കോ എന്ത് റീസൺ ആവട്ടെ, ഒരു ക്ലിയർ ബോർഡർ ലൈൻ ഉണ്ട്. അത് ഒരിക്കലും നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. അത് ഏതൊക്കെ രീതിയിലാണ് ക്ലിയർ ബോർഡർ ലൈൻ എന്ന് നോക്കാം. ഒന്ന്, വേർഡ്സ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ആ പ്രശ്നം മാത്രം ഫോക്കസ് ചെയ്യൂ, ആ റീസൺ പറഞ്ഞ് മാറ്റാൻ നോക്കൂ, അല്ലെങ്കിൽ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റാൻ നോക്കൂ. അല്ലാതെ അച്ഛനെ വിളിക്കുക, അമ്മയെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും പറ്റി സംസാരിക്കുക, അവരെ തെറി വിളിക്കുക, അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിക്കുക. അതൊക്കെ എന്തിനാണ് സഹിക്കുന്നത്? അതെന്തിനാണ് പറയുന്നത്? എനിക്ക് ഒരു അർത്ഥവും മനസ്സിലാവില്ല. മിക്ക ആൾക്കാരും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ റീസെൻ്റ്ലി നമുക്ക് കുറേ ഇൻസിഡൻസ് കാണുമ്പോൾ നമ്മളത് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. അത് ഏറ്റവും വലിയ തെറ്റാണ്, ഡിസ്റെസ്പെക്റ്റ് ആണ്. ഓക്കെ, ഇനി 2, ഫിസിക്കൽ വയലൻസ്. എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, നമ്മൾ അടി കൂടുമ്പം ഒരാളെ കൈയെടുത്ത് പൊക്കി എന്ന് വെച്ചാൽ അടിക്കുന്നത്. എക്സ്പെഷ്യലി ഞാൻ അറിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കാണ് കൂടുതൽ അടിയിട്ടിട്ടുള്ളത്. എന്തിനാണ് നമ്മൾ ഈ വഴക്കൂടുമ്പോൾ സ്ത്രീകളെ അടിക്കുന്നത്? എനിക്കത് മനസ്സിലായിരുന്നു. എന്ത് സുഖമാണ് അതിൽ കിട്ടുന്നത്? ഇനി ഞാൻ പറയട്ടല്ലോ, നിങ്ങളൊരു ബോയ് ഫ്രണ്ട്, നിങ്ങളിപ്പോൾ ലവ് റിലേഷൻഷിപ്പിലാണ്, നിങ്ങളെ ബോയ് ഫ്രണ്ട് നിങ്ങളെ കൈ ഉയർത്തി അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ ഒരു ടെററിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. ദയവ് ചെയ്ത് ഓടി രക്ഷപ്പെട്ടോ. അത് ഒരിക്കലും ലവ് അല്ല, അതൊരു എന്ത് പറയാം, ഒരു മെൻ്റൽ ടെററിസ്റ്റ് വയലൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരിക്കലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ഷമാപണം ഉണ്ടല്ലോ, അത് ഒരിക്കലും നമ്മളെ ഈ ട്രോമ സ്റ്റേജ് ഇറേസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഫേക്ക് ലവ് ആണ്. പെട്ടെന്ന് അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. അത് പ്യുവർ ലവ് അല്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അബ്യൂസിങ് നടന്ന എന്തൊക്കെ ഹെൽപ്പ് ലൈൻസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എടുക്കണം എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു അബ്യൂസ് നടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ റിലേഷൻഷിപ്പിൽ ബോയ് ഫ്രണ്ട് ആവട്ടെ, ഹസ്ബൻഡ് ആവട്ടെ, എന്താണ് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ അബ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫിസിക്കൽ ഹാംനെസ് അല്ലെങ്കിൽ വയലൻസ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്താണ്, ട്രസ്റ്റ്, നമുക്ക് വിശ്വാസമുള്ള ഫ്രണ്ടിനെയോ ഫാമിലിയോ ആരെയായിട്ട് കണക്ട് ചെയ്യുക. അതൊന്ന്. 2, കുറേ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാൻ തന്നെ ഞാൻ പറയും. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ഹെൽപ്പ് ഇങ്ങനെ പോലീസിനെ വിളിക്കേണ്ടത്, നമ്മൾ ഓൾ ഇന്ത്യ പോലീസ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് 112. ഓക്കെ, ഇനി നമ്മളെ വുമൺ ഹെൽപ്പ് ലൈനാണ് 181. ഓക്കെ, ഇനി നമ്മളെ കേരള വനിതാ കമ്മീഷൻ നമ്പറുണ്ട് 1091. ഇനി നമ്മളെ സ്നേഹിത വുമൺ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഒരു നമ്പറുണ്ട് 0471255088. അപ്പോൾ ഇത്രയും നമ്മളൊരു ബേസിക് ആയിട്ടെങ്കിലും അറിഞ്ഞു വെച്ചിരിക്കണം. ഇത്രയും ഒരു ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് എങ്കിലും നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ട്, നിങ്ങളെ ബോഡിയിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ട്, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക, മെഡിക്കൽ റെക്കോർഡ് കണക്ട് ചെയ്യുക. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത്രയും ഗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ തന്നെ ഞാൻ പറയും. നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ് എടുക്കുന്നതിന് ഏറ്റവും വലിയ ഫസ്റ്റ് എവിഡൻസ് ആണ് അത്. നിങ്ങളൊരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തത് പോലീസ് സ്റ്റേഷനിലോ വനിതാ കമ്മീഷനിലോ എവിടെ കൊടുത്താലും നിങ്ങൾക്ക് തന്നെയായിരിക്കും ഇത്. അതിന് വേണ്ടിയാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്. നിങ്ങൾക്ക് ഫിസിക്കലി ഇഞ്ചുറി ഉണ്ട്, നിങ്ങൾക്ക് ബോഡിയിൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ റെക്കോർഡ്, അതാണ് ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ അത് വെച്ച് നമ്മളൊരു കംപ്ലൈൻറ്റ് ചെയ്ത്, നിങ്ങൾക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവന്മാരൊക്കെ എന്തിനാണ് ജീവിക്കണം അങ്ങനെയാണെങ്കിൽ, അല്ലേ? അങ്ങനെ അടിക്കാതിരുന്നാൽ പോരെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക.
അതാണ് ഏറ്റവും വലിയ കാര്യം. ഫസ്റ്റായിട്ട് ഞാൻ കുറച്ച് നമ്മളെ ഹോം ടിപ്സ് പറഞ്ഞുതരാം, ഒരു പോസിറ്റീവ് ഹോം ടിപ്സ്. ഒന്ന്, നിങ്ങൾ എപ്പോഴും ഒരു സെൽഫ് റെസ്പെക്ട് ബിൽഡ് ചെയ്യുക. ഞാനൊരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ കണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അത് കാണുന്നത് മസ്റ്റ് ആയിരിക്കും കേട്ടോ. എപ്പോഴും നമ്മൾ നമ്മുടെ തന്നെയാണ് ലവ് ചെയ്യേണ്ടത്, നമുക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക, ആ ഒരു ഡിഗ്നിറ്റിയിൽ ചെയ്യുക. പിന്നെ ആരെടുത്ത് നമ്മളൊരു കാര്യം സംസാരിച്ചാലും ബോൾഡായിട്ട് സ്റ്റഡി ആയിട്ട് കണ്ണി നോക്കി കാര്യം സംസാരിക്കണം. ഓക്കെ, നമ്മളല്ലാതെ ഒരുമാതിരി പേടിച്ചരണ്ട് അങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ധൈര്യത്തോടെ ബോൾഡായിട്ട് ചങ്കൂറ്റത്തോടെ നമ്മൾ നോക്കി സംസാരിക്കാൻ പഠിക്കണം. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഈ സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ് അല്ലെങ്കിൽ നമ്മളൊരു ധൈര്യം എന്നൊക്കെ പറയുമ്പോൾ അവരെ പോയി ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ അടികൂടുക അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് രണ്ടാമത്തെ കാര്യമാണ്. ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പക്ഷെ ഒരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്യുക. എന്താണ് ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്യുക? ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മൾ യങ് സ്റ്റേജിൽ തന്നെ, കുഞ്ഞിലെ തന്നെ അവർക്ക് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് എന്താണെന്നും ലവ് എന്താണെന്നും കെയർ എന്താണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണമെന്നും എല്ലാം നമ്മൾ പഠിപ്പിച്ച് ഒന്ന് ശീലമാക്കണം. ഇതെല്ലാം ഈ ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ആണെങ്കിൽ പോലും നമ്മളൊരു സേഫർ സൊസൈറ്റിക്ക് നല്ലതാണ്. വയലൻസ് ഒരിക്കലും ലവ് അല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. നിങ്ങൾ ആര് റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരുമിച്ച് നിൽക്കുക, അബ്യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സൈലൻ്റ് ആയിരിക്കുക, നല്ല വൃത്തി കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. നിങ്ങൾ പിണക്കമില്ലാത്ത ഒരു റിലേഷൻഷിപ്പും ഇല്ല. പിണക്കം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക, അത് അങ്ങോട്ട് എക്സ്ട്രീം ലെവലിൽ പോവാതിരിക്കുക, എന്ത് ആണെങ്കിലും ഒരു ബോണ്ടിങ്ങിലിരിക്കുക. പിന്നെ നമ്മുടെ ഏത് റിലേഷൻഷിപ്പിൻ്റെയും ഫൗണ്ടേഷനാണ് റെസ്പെക്റ്റും കൈൻഡ്നെസ്സും. ഇത് രണ്ടും എല്ലാ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ബെനിഫിറ്റാണ്. പിന്നെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടണേ, നിങ്ങളെ അറിവിലും ഇതിലും ആർക്കെങ്കിലും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഒന്ന് ഉപകാരപ്പെട്ടാലോ. അപ്പം അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും